നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത ആമ്പല്ലൂരിൽ ലോറി മറിഞ്ഞ് അപകടം. ആമ്പൽ ഹോട്ടലിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഡ്രൈവർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി. നിയന്ത്രണമിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി എതിർദിശയിലെ ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. ഈ ലോറിക്ക് മുൻപിലുണ്ടായിരുന്ന മറ്റൊരു ലോറി ബ്രേക്ക് ചെയ്തപ്പോൾ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ടത്. ആമ്പല്ലൂരിൽ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വരന്തരപ്പള്ളി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ലോറിയിൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞപ്പോൾ മറ്റൊരു ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സുധീഷിന്റെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങി. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചുമട്ട് തൊഴിലാളിയാണ് മരിച്ച സുധീഷ്. അഞ്ചു വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പോക്സോ കേസ് പ്രതിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. ചെന്നൈ കോടമ്പാക്കം ഭരതീശ്വർ കോളനി സ്വദേശിയായ 41-കാരനാണ് അറസ്റ്റിലായത്. 2019 അവിട്ടത്തൂർ വാടക വീട്ടിൽ വെച്ച് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള 16 വയസ്സുള്ള പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. കേസിൽ അന്ന് ഇയാൾ അറസ്റ്റിലായിരുന്നു. തുടർന്ന് കോവിഡ് സമയത്ത് കൊറോണ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ഇയാളെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതോടെ ഇയാൾ ഒളിവിൽ പോയി. കേസിന്റെ വിചാരണ വേളകളിൽ ഹാജരാക്കാത്തതിനാൽ കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടും പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിക്കാത്തതിനാൽ ഇയാളെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ച സമയം കോടതിയിൽ കൊടുത്ത വിലാസത്തിൽ താമസിക്കാതെ പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാള്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. 3 ദിവസം അവിടെ താമസിച്ചു നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള സെമഞ്ചേരി എന്ന സ്ഥലത്ത് തമിഴ്നാട് ഗവൺമെന്റ് സുനാമി പുനരധിവാസത്തിനായി പണി കഴിപ്പിച്ച 3 നിലകളിലായി ഒരേ രൂപത്തിലുള്ള 5000 വീടുകൾക്കിടയിലുള്ള ഒരു വീട്ടിലെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളിയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. വരന്തരപ്പള്ളി വടക്കുമുറി സ്വദേശികളും സഹോദരങ്ങളുമായ പട്ടേപ്പാടൻ വീട്ടിൽ 22 വയസ്സുള്ള അഭിഷേക്, കോരനൊടി സ്വദേശി ചാക്കൂരി വീട്ടിൽ 40 വയസ്സുള്ള അനീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് കോരനൊടി സ്വദേശി പതുക്കുടി വീട്ടിൽ ഷിഹാസിന്റെ പരാതിയിലാണ് അറസ്റ്റ്. വരന്തരപ്പള്ളിയിലുള്ള ബാറിൽ വെച്ച് പ്രതിയുടെ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാൻ വാങ്ങിക്കൊണ്ടുപോയിരുന്നത് തിരികെ കൊടുക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്താൽ ഷിഹാസിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GASI രനീഷ്, GS CPO സുനിൽ കുമാർ, ഡ്രൈവർ CPO അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ഗതാഗതക്കുരുക്ക് പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദം ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് ഉണ്ടെന്നാണ് ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ടെന്ന് കോടതി പറഞ്ഞു. അതിനാൽ ടോൾ പിരിവ് തടഞ്ഞത് സെപ്റ്റംബർ 9 വരെ തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടു. മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ കനത്ത ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി നേരത്തെ ശരിവച്ചിരുന്നു. ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യം ഇല്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഗതാഗതം സുഗമമാക്കുന്നതിനായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം തുടരണമെന്ന് നിർദ്ദേശം നൽകി. ബ്ലാക്ക് സ്പോട്ടുകളിൽ നിർമ്മാണം നടത്തുന്ന
PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നാമക്കൽ എന്ന കമ്പനിയെ കേസിൽ കക്ഷി ചേർക്കണമെന്നും ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. പുതുക്കാട് ചാക്കോച്ചിറ കിഴക്കനൂടൻ ബാബു അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. മേരിയാണ് ഭാര്യ. മക്കൾ മേജോ, സാബു. ചെങ്ങാലൂർ കിഴക്കൂടൻ പൗലോസ് ഭാര്യ റോസി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. രാജു, ബിജു എന്നിവർ മക്കളും ജാൻസി, ബോബി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ആലേങ്ങാട് തടത്തിൽ ജേക്കബ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതയായ മറിയാമ്മയാണ് ഭാര്യ. ജോയി, ലൗലി, ജെസ്സി, സാജു എന്നിവർ മക്കളും ചിന്നമ്മ, എൽസി, പരേതനായ കോശി എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,390 രൂപയും പവന് 75,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.